ഗൈസ്, ഞാനിന്നൊരു CCTV IP ക്യാമറയാണ് പരിചയപ്പെടുന്നത്. ഇതൊരു വൈഫൈ ക്യാമറയാണ്. ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വീട് അല്ലെങ്കിൽ ഓഫീസിലൊക്കെ CCTV ക്യാമറയുടെ സർവൈലൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു ചാർജറുണ്ട്, അതിൻ്റെ കേബിളുണ്ട്, പിന്നെ ഈ ഒരു ക്യാമറയും ഇതിനോടൊപ്പം ഈ ഒരു ബോക്സിൽ ഉണ്ട്. ഇതാണ് അതിൻ്റെ ക്യാമറ. ഓക്കെ, ഈ ക്യാമറയ്ക്ക് ഇത് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. ഇത് പാൻ തൊട്ട് സൂം ചെയ്യാനാണ്. ഇത് ചുറ്റിനും ഇത് കറങ്ങും, 360 ഡിഗ്രിയിൽ കറങ്ങും. മുകളിലേക്കും താഴോട്ടും നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇത് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിവിടെ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ചാർജ് കണക്ട് ചെയ്യാനുള്ള ഒരു ജാക്കുണ്ട്. ഇത് ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷനാണ്. ക്യാമറ മീൻസ് ക്യാമറ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള QR കോഡാണിത്. ഓക്കെ, ഇതിൽ ഡ്യുവൽ ക്യാമാണ്, പക്ഷേ ഇത് ഫേക്ക് ക്യാമറ. ഇത് ഈ സംഗതി വർക്ക് ചെയ്യില്ല. ഇത് നമ്മുടെ ആമസോണിൽ കിട്ടുന്നതിനേക്കാളും വളരെയധികം ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം, ഇത് എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. ഇതൊരു 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ ക്യാമറയായിട്ട് സംസാരിക്കാം. നമ്മൾ പറയുന്നത് ഈ ക്യാമറയിൽ കേൾക്കും. തിരിച്ച് ഈ ക്യാമറയുടെ അടുത്ത് നിന്ന് ഒരാൾ പറയുന്നത് ഈ മൈക്രോഫോൺ വഴി നമ്മുടെ ഫോണിലും കേൾക്കാൻ കഴിയും. ഗൈസ്, ഇതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ്റെ പേര് കെയർ കാം പ്രോ എന്നാണ്. അത് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. കെയർ കാം പ്രോ. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് ഏറ്റവും എളുപ്പം എന്നുള്ളത് നമ്മളിത് അക്സെപ്റ്റ് എന്ന ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മുടെ Gmail ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് കയറാം. സൈൻ ഇൻ സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ ഉള്ള QR കോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ അത് പറയും, QR കോഡ് സ്കാൻ ചെയ്യാൻ പറയും. ഇതിൽ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയും. റീസെറ്റ് ബട്ടൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതാണ് റീസെറ്റ് ബട്ടൺ. ഈ റീസെറ്റ് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് വയ്ക്കാൻ പറയുന്നു. അപ്പോൾ അത് റീസെറ്റായി. ഇപ്പോൾ നമ്മൾ തിരിച്ച് ആ ആപ്ലിക്കേഷനിലേക്ക് വരുന്നു. കൺഫേം കൊടുക്കുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നു. മൊബൈൽ ഫോൺ വൈഫൈ ഈസ് നോട്ട് എനേബിൾ, നോ ഹോട്ട്സ്പോട്ട് ഡിറ്റക്റ്റഡ്. ഇതിൽ നമ്മൾ വൈഫൈ എനേബിൾ ചെയ്ത് കൊടുക്കണം. മൊബൈൽ ഫോണിൻ്റെ അത് ഓഫ് ചെയ്യണം. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നു. വി നീഡ് ടു ടേൺ ഓൺ യുവർ ലൊക്കേഷൻ സർവീസ് നമ്മൾ ഓൺ ആയി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ ഓപ്പണായി. ഇതിൻ്റെ പാസ്വേഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സെർവറുമായിട്ട് ഇപ്പോൾ അത് കണക്റ്റായി. ഇതിന് നമുക്കൊരു പേര് പണി കൊടുക്കാം. മൈ ഹോം എന്നുള്ള പേര് കൊടുക്കാം. നമ്മുടെ ടൈം കൊടുക്കുക, കൊൽക്കത്ത, ഇന്ത്യ, കൊൽക്കത്ത. യൂസ് എന്തിനാണ് ആ യൂസ് എന്നുള്ള ലിസ്റ്റ് കൊടുക്കുക. എന്തുകൊണ്ട് സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഡിവൈസ് യൂസ്ഡ് ഫോർ ഹൗസ് കീപ്പിംഗ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മോഷൻ ഡിറ്റക്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അലാം പീരീഡ്, അതായത് 24/7 എല്ലാ ദിവസവും ഒരു അലാം വന്നു കഴിഞ്ഞാൽ നമ്മളിത് അപ്ഡേറ്റ് ചെയ്യും. ഇത് സ്റ്റോറേജ് വേണമെങ്കിൽ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. ഇതിൽ ഇടുന്ന മെമ്മറി കാർഡിലേക്ക് നമുക്ക് സ്റ്റോറേജ് ആവും. ഇത് ഞാൻ സേവ് ചെയ്യുകയാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ട, അത് ആക്ടിവേറ്റ് ക്ലൗഡ് എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക. സേവ് സെറ്റിങ്സ്. ഹൗസ് കീപ്പിംഗ് ക്യാമറ. ഇപ്പോൾ ക്യാമറ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാമറ കംപ്ലീറ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാം. ക്യാമറ ലോഡായി. ഇത് താഴെയുള്ള ഇത് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാം. ഇത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റിലേക്ക്
ഇതിൽ നമുക്ക് ഫുൾ HD ക്വാളിറ്റി, ഇത് HD ക്വാളിറ്റിയാണ്, ഇത് ഫുൾ HDയിലേക്ക് മാറ്റാം. ഫുൾ HDയിലേക്ക് മാറ്റുമ്പോൾ അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ കലണ്ടറിലെ ഡേറ്റൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത് ഫോക്കസ് ചെയ്തുള്ള വ്യൂ ആണ് നമുക്ക് താഴെ വരുന്നത്. ഇതിൽ ഈ പ്രൊഡക്റ്റ് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു പ്രൈസിലാണ് വരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 2800 രൂപയാണ്. ആമസോണിൽ ഇതിൻ്റെ റേറ്റ് 1850 രൂപയാണ്. എന്നാൽ ഓഫർ പ്രൈസായിട്ട് വെറും 1400 രൂപയ്ക്ക് importerbro.com എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.